അതായത് നമ്മുടെ സ്വന്തം ഫാമിലിയിലെ തന്നെ IMAയുടെ തന്നെ ഒരു സ്പീക്കറാണ് അദ്ദേഹം. ഡോക്ടർ AV ജയകൃഷ്ണ സാർ IMAയുടെ സംസ്ഥാന ഘടകത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു, നാഷണൽ ലീഡറാണ്. ഇപ്പോഴ് സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. ഹീസ് ആക്ച്വലി ന്യൂറോ സർജൻ വർക്കിംഗ് അറ്റ് EMS ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. അവിടുത്തെ ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെന്റ് HOD ആണ് സാറ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സാറിന്റെ പ്രധാന നമ്മുടെ എല്ലാവർക്കും നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു സ്കീമാണ്, എല്ലാവർക്കും ആവശ്യമുള്ള പ്രൊഫഷണൽ പ്രൊട്ടക്ഷൻ സ്കീമിന്റെ ചെയർപേഴ്സൺ ആണ് ജയകൃഷ്ണ സാർ. അത് കൂടാതെ നമ്മുടെ കമ്മിറ്റി ഫോർ IMAയുടെ കമ്മിറ്റി ഫോർ ലീഗൽ അഫയേഴ്സിന്റെ വൈസ് ചെയർപേഴ്സൺ കൂടെയാണ്. ജയകൃഷ്ണ സാറിന്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് ഏത് സമയം നമുക്ക് യെസ് ഓർ നോ ആൻസർ, എപ്പോൾ വിളിച്ച് ഏത് പ്രശ്നം ചോദിച്ചാലും റിലേറ്റഡ് ടു IMA അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലിറ്റിഗേഷനോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ സാറിനെ വിളിച്ച് ചോദിച്ചാൽ യെസ് ഓർ നോ ഒരു ആൻസർ ഉണ്ടാവും. പിന്നെ അതുപോലെ നമ്മൾ എവിടെ റെഫറൽ ആയിട്ട് എന്ത് ആരോട് കോണ്ടാക്ട് ചെയ്യണം എല്ലാം കൃത്യമായിട്ട് സാറ് വളരെ ഇതായിട്ട് പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ എഗെയിൻസ്റ്റ് PP സ്കീം അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് ഇതുണ്ടെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റിയ ആപ്റ്റ് പേഴ്സൺ ആണ് സാറ്. നമ്മളോടിപ്പോ ജോയിൻ ചെയ്തെന്ന് തോന്നുന്നു. സാറ് ജോയിൻ ചെയ്തിട്ടുണ്ടോ? സാറ് ജോയിൻ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അജയ് സാറ് ജോയിൻ ചെയ്തിട്ടുണ്ടോ? അജയ് സാറ് അജയ് മാഡം സാർ ഏത് നെയിമിലാ ജോയിൻ ചെയ്തിരിക്കുന്നത് അറിയാൻ വയ്യ. ജയകൃഷ്ണ സാർ ജോയിൻ ചെയ്തിട്ടുണ്ടോ സാർ? ഹലോ സാറിന് ഞാനത് വിളിച്ചോട്ടെ, സാർ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞത് തന്നെ. എല്ലാവരും എന്തായാലും വളരെ ശ്രദ്ധയോടെ സാറിന്റെ പറയുന്ന ടോപ്പിക് ശ്രദ്ധിച്ച് കേൾക്കുക. പല പോയിന്റ്സ് നിങ്ങൾക്ക് നോട്ട് ചെയ്യുന്നുണ്ടാവും. ജോയിൻ ചെയ്തിരുന്നു, ചെറിയൊരു ടെക്നിക്കൽ ഡിലേ, 1 മിനിറ്റ് ഇപ്പൊ കറക്റ്റ്. ഓക്കെ. കൊല്ലത്തുള്ളവർ എല്ലാവർക്കും നമുക്ക് ഡോക്ടർ അഞ്ജു പറഞ്ഞ പോലെ നമ്മുടെ സ്ട്രൈക്കിന് നമ്മളൊരു പൊസിഷനായിട്ട് ചെയ്യുന്നുണ്ടോ അഞ്ജുവേ? 8:30 ഇവിടെ അസംബ്ലി ചെയ്യാൻ. അല്ല, യൂഷ്വലി കേരള സ്റ്റേറ്റ് ബ്രാഞ്ചിന്റെ നിർദ്ദേശപ്രകാരം അതാത് ജില്ലാ തലങ്ങളിൽ ഒന്നുകിൽ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേജർ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു ധർണ സ്ട്രൈക്ക് നടത്തണമെന്ന് ആ ഗൈഡ് ലൈൻ ഉണ്ട്. അപ്പൊ അത് ഫോളോ ചെയ്തുള്ള ഡിസിഷൻ ശരിക്കും പറഞ്ഞാൽ സമരം ജില്ലാ കമ്മിറ്റിയാണ് തീരുമാനിക്കും. ജില്ലാ കമ്മിറ്റിയുടെ ഫൈനൽ ഡിസിഷൻ വരുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് ഞാൻ അതിന്റെ കാര്യങ്ങൾ പറയുന്നില്ല. അത് ഡിസ്കസ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് പറയാം. എന്തായാലും എല്ലാ തരത്തിലുള്ള സമരവുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി. അങ്ങനെയുള്ള ധർണ വരുന്ന പക്ഷത്തിൽ എല്ലാവരും ആ ഏരിയയിലോട്ട് എത്തിച്ചേരുവാൻ, നമ്മുടെ കൊല്ലം സിറ്റിയിലുള്ള എല്ലാവരും ആ ഏരിയയിലോട്ട് എത്തിച്ചേരുവാൻ, അന്നേ ദിവസം മറ്റ് ജോലികളെല്ലാം മാറ്റുന്നത് എത്തിച്ചേരുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. എനിക്ക് ജയകൃഷ്ണൻ സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. വെൽക്കം സാറേ. ഓക്കെ, വെൽക്കം ജയകൃഷ്ണൻ സാർ. പ്രൈഡ് ആൻഡ് പ്രിവിലേജ് ഐ വെൽക്കം യു സാർ ഫോർ ദി IMA ദേശിംഗാട് ബ്രാഞ്ച്. ഓവർ ടു യു സാർ. സാറേ മ്യൂട്ട് ആയിരുന്നു സാറ്. മ്യൂട്ടാണ് സാറേ, മ്യൂട്ടാണ്. Thank you. First of all, I thank Designate Branch for inviting me to this very important meeting of Designate Branch. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മൾ ഒരു മെഡിക്കൽ സ്ട്രൈക്കിന്റെ വക്കത്താണ്. അപ്പോൾ ഈ സ്ട്രൈക്കിന് കാരണം ആയിട്ടുള്ള ഒരു കാര്യം തന്നെ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ അറ്റാക്കിനെ തുടർന്നാണ്. അപ്പൊ ഈ ഹോസ്പിറ്റൽ അറ്റാക്കിനെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കുന്ന അതേ സമയത്ത് തന്നെ എന്തുകൊണ്ട് ഇത്തരം ഹോസ്പിറ്റൽ അറ്റാക്കുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇത്തരം ഹോസ്പിറ്റൽ അറ്റാക്കുകൾ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർമാരും സ്ഥാപനങ്ങളും എല്ലാം തമ്മിലുള്ള ആൾക്കാരും തമ്മിലൊക്കെയുള്ള ഒരു മിസ്ട്രസ്റ്റാണ്. അതിലൊരു മിസ്ട്രസ്റ്റിന് ഉള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഇന്ന് നമ്മുടെ ഡോക്ടർ പേഷ്യന്റ് റിലേഷൻഷിപ്പ് വളരെ മോശമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ
വിവിധ തരത്തിലുള്ള ഇപ്പോ മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വളച്ചൊടിച്ച രീതിയിൽ വളരെയധികം വരാറുണ്ട്. ഇത് കൂടാതെ തന്നെ മറ്റു പലപ്പോഴും ഇത്തരം വിവിധ പ്രശ്നങ്ങൾ ഇതിലുണ്ട്. എന്ന് മാത്രമല്ല പലപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നത് ചികിത്സാ ചെലവ് വർദ്ധിക്കുമ്പോൾ ആ പണം മുഴുവൻ ഡോക്ടർമാർക്ക് പോകുന്നു എന്നുള്ളതാണ്. അത്തരം കാരണങ്ങൾ കൊണ്ട് ഒരു പേഷ്യന്റ് റിലേഷൻഷിപ്പ് മോശമാവുന്നുണ്ട്. അങ്ങനെ തീർച്ചയായിട്ടും ഇപ്പോ ഒരു മെഡിക്കൽ സമൂഹത്തെ അല്ലെങ്കിൽ ഡോക്ടർമാരെ പണ്ടത്തെ പോലെ ദൈവം എന്ന നിലയിൽ കാണുന്ന ഒരു സാഹചര്യം ഇവിടെ നിലവിലില്ല എന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ തന്നെ നമ്മൾ തുടർന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഇനി നാം ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത്. അതിൽ ഒന്ന് പ്രധാനം നമ്മുടെ ശക്തമായ പ്രതിരോധമാണ്. ആ പ്രതിരോധത്തിന്റെ ഭാഗം തന്നെയാണ് നമ്മളിപ്പോൾ മറ്റന്നാൾ ചെയ്യാൻ പോകുന്ന സമരവും അതിനെ തുടർന്നുണ്ടാകാവുന്ന പ്രതികരണങ്ങളും. ഇത്തരം ശക്തമായ പ്രതികരണം ഉണ്ടായാൽ മാത്രമേ ജനങ്ങളെ അല്ലെങ്കിൽ സമൂഹം ഇത്തരം മാർഗങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയുള്ളൂ, സമൂഹം അതിനെ എതിർക്കുകയുള്ളൂ. മറ്റൊരു കാര്യം വേണ്ടത് നമുക്ക് ശക്തമായ ഒരു ശക്തമായ ഒരു നിയമം തന്നെയാണ്. ആ നിയമത്തിന്റെ ആവശ്യം മുൻനിർത്തി കൂടിയാണ് നാം മറ്റന്നാൾ സമരം ചെയ്യുന്നത്. കൂടുതൽ ശക്തമായ ശിക്ഷാ നടപടികൾ 7.5 വർഷം വരെ അല്ലെങ്കിൽ 10 വർഷം വരെ വരാവുന്ന തടവ് ശിക്ഷ വരാവുന്ന നിയമം, അതുപോലെ തന്നെ വൻപിച്ച കോമ്പൻസേഷൻ വരാവുന്നത്, ഇത് മാൻഡേറ്റ് ചെയ്യാൻ പോലീസുകാർ കേസെടുത്തില്ലെങ്കിൽ അവർക്കെതിരെ നടപടികൾ വരാവുന്ന രീതിയിൽ, ആ രീതിയിലൊക്കെയാണ് ശരിക്കും നമ്മൾ ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ മറ്റു മേഖലയിലേക്ക് കടന്നാൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞാലൊക്കെ നമുക്ക് അതിൽ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ അത് ഒഴിവാക്കാനുള്ള നടപടികളും നമ്മൾ തീർച്ചയായിട്ടും എടുക്കേണ്ടതുണ്ട്. ഇന്ന് ആദ്യമായിട്ട് ഇത്തരം ഒരു മീറ്റിംഗ് ഇവിടെ പ്രത്യേകിച്ചും ജൂനിയർ ഡോക്ടർമാരെയൊക്കെ മുൻനിർത്തിയാണെന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ സംഘടിപ്പിച്ച ദേശീയ ബ്രാഞ്ച് അതിന്റെ പ്രസിഡന്റ് അനുരൂപ്, സെക്രട്ടറി വിനോദ്, അതുപോലെ ദേശിംഗനാടിന്റെ വളരെ ശക്തമായ ഒരുപാട് നേതാക്കൾ. ഈ ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ തന്നെ ഒരു ശക്തി ദുർഗമാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഏറ്റവും ശക്തമാക്കുന്ന ഒരു ബ്രാഞ്ചാണ്. അവരുടെ എല്ലാ നേതാക്കളെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്യും. ഒരൊറ്റ ഒരു കാര്യം, ഞാൻ ഇതിലൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ ആയിട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ അതോ ഞാൻ കാര്യങ്ങൾ വിശദീകരിച്ചാൽ മാത്രം മതിയാവും? സാറ് ഇഷ്ടം പോലെ ചെയ്തു സാർ. എന്തായാലും നമുക്ക് പ്രശ്നമില്ല. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നേരത്തെ നിശ്ചയിച്ച ഒരു പ്ലാനിൽ നിന്ന് മാറിക്കൊണ്ട് എനിക്ക് നാളെ അത്യാവശ്യമായിട്ട് ഒരു നാഷണൽ ഹൈവേയുടെ ആവശ്യത്തിന് ഡൽഹി വരെ പോകേണ്ടി വന്നു. അങ്ങനെ ഞാൻ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് പവർ പോയിന്റ് പ്രസന്റേഷൻ ചെയ്യാം, പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതില് നമ്മൾ വിചാരിച്ച സമയത്ത് നിന്നെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഓഫ് ഹാൻഡ് ആയിട്ട് തന്നെ ഇത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലിറ്റിഗേഷൻ പ്രിവെൻഷൻ ഓഫ് ലിറ്റിഗേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് നോ വാട്ട് ഈസ് ലിറ്റിഗേഷൻ. ആക്ച്വലി ലിറ്റിഗേഷൻ ഈസ് ഫൈറ്റിംഗ് എ കേസ് ഓഫ് ലോ. യൂഷ്വലി ഇറ്റ് ഈസ് മെന്റ് ഫോർ സിവിൽ കേസസ്. നമ്മൾ സിവിൽ ആയിട്ടുള്ള കേസസ്, കൺസ്യൂമറിലുള്ള കേസസ്, സിവിൽ കേസസിനൊക്കെയാണ് ലിറ്റിഗേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ ക്രിമിനൽ ലിറ്റിഗേഷൻ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്, ക്രിമിനൽ കേസസ്. കാരണം ഡോക്ടർമാർക്കെതിരെ ഒരുപാട് ക്രിമിനൽ കേസസ് ആണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ, whenever a litigation comes, whenever a case comes against the doctor, the first allegation against the doctor will be he has not shown reasonable skill and he has not shown reasonable skill and care during his treatment. വേണ്ട രീതിയിലുള്ള ഒരു ശ്രദ്ധ ആ ചികിത്സയിൽ നൽകിയില്ല എന്നുള്ളതായിരിക്കും അവർക്കെതിരെ വരുന്ന ആദ്യത്തെ ആരോപണം. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റീസണബിൾ സ്കിൽ ആൻഡ് കെയർ നമ്മൾ നൽകി എന്ന് അവിടെ തെളിയിക്കുവാനുള്ള ആ കാര്യങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പൊ അതിന് ഏറ്റവും ആവശ്യമുള്ളത് നമ്മള് ഡോക്യുമെന്റേഷനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി കോടതിയിൽ നമ്മളെല്ലാം ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ പോലും നമുക്ക് വേണ്ടി ഫൈനലി ഒരു ലിറ്റിഗേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ക്രിമിനൽ കേസ് ആവട്ടെ സിവിൽ കേസ് ആവട്ടെ, നമുക്ക് വേണ്ടി ആകെ സംസാരിക്കുന്നത് നമ്മൾ സമർപ്പിക്കുന്ന ഡോക്യുമെന്റ്സ് മാത്രമാണ്. അതുകൊണ്ട് ഡോക്യുമെന്റേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മേഖല എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചും ഞാൻ കുറച്ചുകൂടി വിശദീകരിച്ച് പറയാം. ഈ ലിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ
പലപ്പോഴും ആരോപിക്കപ്പെടുന്നത് നമ്മൾ റീസണബിൾ സ്കിൽ ആൻഡ് കെയർ കാണിച്ചിട്ടില്ല എന്നാണ്. യു ഹാവ് ഷോൺ നെഗ്ലിജൻസ്, ദർ ഇസ് എ മെഡിക്കൽ നെഗ്ലിജൻസ് എന്നുള്ളതാണ് ആരോപണം. സോ വാട്ട് ഈസ് നെഗ്ലിജൻസ്? നെഗ്ലിജൻസ് എന്ന് പറയുന്നത് negligence does not mean that you are not skilled enough to do any procedure or anything. നിങ്ങൾ സ്കിൽഡ് അല്ലാത്തത് കൊണ്ടല്ല നെഗ്ലിജൻസ് സംഭവിക്കുന്നത്. നെഗ്ലിജൻസ് occurs due to a particular state of mind at that point of time. ആ ഒരു പ്രത്യേക സമയത്തുള്ള ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കാരണമാണ് ഈ നെഗ്ലിജൻസ് സംഭവിക്കുന്നത്. ഈ നെഗ്ലിജൻസിനെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ there can be two types of negligence. One is acts of omission. ആക്ട്സ് ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു സമയത്ത് പ്രത്യേകമായി ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു പേഷ്യന്റിനെ കൃത്യസമയത്ത് പരിശോധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഓപ്പറേഷന് ശേഷം അവർക്ക് വേണ്ട ആന്റിബയോട്ടിക് നൽകിയില്ല, അങ്ങനെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആൻ ആക്ട് ഓഫ് ഒമിഷൻ. Then there is also called an act of commission. Act of commission എന്ന് പറയുന്നത് നമ്മൾ പേഷ്യന്റിനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു ഇഞ്ചുറി ഉണ്ടാവുന്നു, അല്ലെങ്കിൽ നമ്മൾ പേഷ്യന്റിനെ ഒരു മരുന്ന് മാറി അധികമായി കൊടുക്കുന്നു. അപ്പൊ ഇത്തരം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് ആക്ട്സ് ഓഫ് കമ്മീഷൻ എന്ന് പറയാം. അപ്പൊ ആക്ട്സ് ഓഫ് കമ്മീഷൻ കൊണ്ട് ഒമിഷൻ രണ്ടിനെയും നമ്മൾ നെഗ്ലിജൻസ് എന്ന് പറയാം. അത്ര ഒരു നെഗ്ലിജൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ശരിക്കും 3 കമ്പോണൻസ് ആണ് വേണ്ടത്. ഒന്ന്, എ ലീഗൽ ഡ്യൂട്ടി ടു അറ്റൻഡ് ദ പേഷ്യന്റ്. അത് നമുക്ക് ഡോക്ടർ എന്ന നിലയിൽ നമ്മുടെ മുന്നിൽ ഒരു പേഷ്യന്റ് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ലീഗൽ ഡ്യൂട്ടി ടു അറ്റൻഡ് ദ പേഷ്യന്റ് ഉണ്ട്. 2, ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി. അതാണ് എപ്പോഴും നമ്മൾ ആരോപിക്കപ്പെടുന്നത്. നമ്മൾ വേണ്ട ശ്രദ്ധ പതിപ്പിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ ആരോപിക്കപ്പെടുന്നത് ബ്രീച്ച് ഓഫ് ഡ്യൂട്ടിയാണ്. 3 എന്ന് പറയുന്നത് കോൺസിക്വൻഷ്യൽ ഡാമേജസ്. ഇത് കാരണം ആ രോഗിക്ക് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടാകും. ആ ഡാമേജ് എന്ന് പറയുന്നത് എപ്പോഴും ഫിസിക്കൽ ഡാമേജ് ആയിരിക്കണമെന്നില്ല. ചിലപ്പോഴൊക്കെ ആരോപിക്കപ്പെടുന്നത് മാനസിക വിഷമം, ഇത് കാരണം എനിക്കുണ്ടായ മാനസിക വിഷമം, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് മാറിക്കേണ്ടി വന്നത്, ഇതൊക്കെ ഡാമേജ് ആയിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പലപ്പോഴും അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇനി നമുക്ക് ഇതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഇത്തരം ഒരു ആരോപണം ഒരു രോഗിക്ക് എവിടെയൊക്കെ ഉന്നയിക്കാമെന്നുള്ളതാണ്. ഉന്നയിക്കാവുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് സിവിൽ കോടതികൾ. സിവിൽ കോടതികളിൽ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ, അവിടെ പരാതി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആവശ്യപ്പെടുന്ന തുകയുടെ ഒരു 10% അവിടെ കെട്ടിവെച്ചിട്ട് വേണം ഇത് ആവശ്യപ്പെടാൻ. അതുകൊണ്ടാണ് പലപ്പോഴും അവർക്ക് സിവിൽ കോടതികളിലേക്ക് പോകാത്തത്. സിവിൽ കോടതിയിൽ കൂടുതൽ നീണ്ട നടപടികളുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് കൺസ്യൂമർ കോടതികളാണ്. കൺസ്യൂമർ കോടതികളിലാകുമ്പോൾ ഈ കെട്ടിയൊന്നും വെക്കേണ്ട, വെറുതെ പേപ്പറിൽ പരാതി എഴുതി കൊടുത്താൽ തന്നെ അവർ പരാതി സ്വീകരിക്കും. ആ പരാതിയുമായിട്ട് പിന്നെ മുന്നോട്ട്. അതുകൊണ്ടാണ് ഈ കൺസ്യൂമർ കോടതികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഈ കൺസ്യൂമർ കോടതികളിൽ പണ്ട് 1995 മുമ്പ് മെഡിക്കൽ പ്രൊഫഷൻ ഇൻക്ലൂഡഡ് ആയിരുന്നില്ല. പക്ഷെ അതിനുശേഷം സുപ്രീം കോടതി ഉത്തരവ് വഴി അത് ഇൻക്ലൂഡ് ചെയ്യുകയും ഇപ്പോഴും ആ കേസ് അവിടെ തുടരുകയും, ഇപ്പോഴുള്ള 2019 ആക്ട് അനുസരിച്ചിട്ട് പോലും കൺസ്യൂമർ കോടതികളിൽ അത് ഇൻക്ലൂഡഡ് ആണ് എന്നുള്ള ഒരു സ്റ്റാൻഡാണ് ഇപ്പോൾ കോടതികൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസ്യൂമർ കോടതിയിലാണ് ഏറ്റവും. മറ്റ് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കൗൺസിലുകളിൽ പരാതി കൊടുക്കാം. അത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആവാം, സ്റ്റേറ്റ് മെഡിക്കൽ കമ്മീഷൻ ആവാം, നേരിട്ട് ഹൈക്കോടതിയിൽ കൊടുക്കാം. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നമുക്ക് പരാതികൾ നൽകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ വനിതാ കമ്മീഷൻ, പിന്നെ ചൈൽഡ് കമ്മീഷൻ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഇവരെല്ലാം ഡോക്ടർമാർക്കെതിരെ കേസുകൾ എടുക്കാറുണ്ട്. ഇതൊക്കെയാണ് പരാതി കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ക്രിമിനൽ റെസ്പോൺസിബിലിറ്റീസ് ആണ്. എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർക്കെതിരെ എങ്ങനെയൊക്കെയാണ് ക്രിമിനൽ കേസ് എടുക്കാൻ കഴിയും. ഇതേ രോഗികൾ തന്നെ പലപ്പോഴും അവർക്ക് ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ, അസംതൃപ്തി ഉണ്ടാകുമ്പോൾ അവര് ക്രിമിനൽ പരാതികൾ പോലീസ് സ്റ്റേഷനുകളിൽ നൽകാറുണ്ട്. അത്തരം ക്രിമിനൽ പരാതികൾ നൽകി കഴിഞ്ഞാൽ, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോഴുള്ള സുപ്രീം കോടതി ഉത്തരവ് അനുസരിച്ചിട്ട് ആദ്യം ജില്ലാ തലത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള ഒരു എക്സ്പെർട്ട് ബോഡി ഇതിൽ നെഗ്ലിജൻസ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ മാത്രമേ
അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു കമന്റ് പറഞ്ഞാൽ മാത്രമേ തീർച്ചയായിട്ടും അതിൽ ക്രിമിനൽ കേസുമായി മുന്നോട്ട് പോകാൻ കഴിയുകയാണ് സുപ്രീം കോടതി ഉത്തരവ്. അതുകൊണ്ടാണ് ക്രിമിനൽ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ കേസിന്റെ ചാർജ് സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഡിവൈഎസ്പി ഒരു എക്സ്പെർട്ട് പാനലിന്റെ ഒപ്പീനിയൻ എടുക്കുന്നത്. പക്ഷെ ഒരു ദൗർഭാഗ്യം എന്ന് പറയട്ടെ, പലപ്പോഴും എക്സ്പെർട്ട് പാനലുകൾക്ക് അവരെങ്ങനെയാണ് ഒപ്പീനിയൻ പറയേണ്ടതെന്ന് പറയാത്തത് കൊണ്ട് വലിയ നെഗ്ലിജൻസ് ഒന്നും ഇല്ലാത്ത കാര്യങ്ങളിൽ ചെറിയ കാര്യങ്ങളൊക്കെ അതിൽ ചൂണ്ടിക്കാട്ടി എഴുതുമ്പോൾ ക്രിമിനൽ കേസുമായി തുടർന്ന് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതിൽ ഒരു കൃത്യമായ ഒരു നിർവചനം ഈയിടെ നമ്മുടെ ഹൈക്കോടതിയുടെ ഒരു വെർഡിക്റ്റ്, നമ്മുടെ കൊല്ലത്ത് തന്നെ പുനലൂരിലുള്ള ഒരു ആശുപത്രിയിൽ നടന്ന ഒരു കേസിൽ ഹൈക്കോടതി അവർക്കെതിരെയുള്ള ക്രിമിനൽ കേസ് റദ്ദാക്കിക്കൊണ്ടൊരു ഉത്തരവ് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ചെറിയ നെഗ്ലിജൻസ് ഉണ്ട് എന്ന് കമന്റിന്റെ പുറത്തൊന്നും ഇത്തരം ക്രിമിനൽ കേസ് തുടരാൻ പാടില്ല. തീർച്ചയായിട്ടും വളരെ ഗ്രോസ് ആയിട്ടുള്ള ഇവിടെ നെഗ്ലിജൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ചികിത്സ നൽകിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും ഡാമേജ് ഉണ്ടാകുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി അത് ചെയ്യുമ്പോൾ മാത്രമാണ് ക്രിമിനൽ നെഗ്ലിജൻസ് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ചെറിയ കമന്റിന്റെ പുറത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ക്രിമിനൽ കേസ് റദ്ദാക്കിക്കൊണ്ട് ഒരു സുപ്രധാന വിധി ഒരു 2 മാസം മുമ്പ് പുറപ്പെടുവിച്ചു. അതും നമുക്ക് വളരെ ഏറ്റവും അനുകൂലവും തുടർന്നുള്ള കേസുകളിൽ പ്രയോജനപ്രദമാകാവുന്ന കേസുമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നെഗ്ലിജൻസ്. നമുക്കറിയാം ഈ കൺസ്യൂമർ കോടതികളിൽ ഏറ്റവും കൂടുതൽ കേസസ് വരുമ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് നമുക്കറിയാം. നമ്മൾ കൺസ്യൂമർ കോടതികൾ എന്ന് പറയുന്നത് 3 തരത്തിലാണ്: ജില്ലാ കോടതികൾ, സംസ്ഥാന കൺസ്യൂമർ കമ്മീഷൻ ആൻഡ് നാഷണൽ കമ്മീഷൻ. ഇത് ശരിക്കും കോടതികളല്ല, കാരണം അവിടെ റിട്ടയർഡ് ജഡ്ജസും മറ്റാൾക്കാരും ഒക്കെയാണ് പലപ്പോഴും ഇരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന പലരും ജഡ്ജിമാരെ അല്ല, പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റും മറ്റുമൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ ഇപ്പോഴത്തെ പുതിയ ആക്ട് അനുസരിച്ചിട്ട് ജില്ലാ ഫോറങ്ങൾക്ക് പിന്നെ 10 ലക്ഷം 1 കോടി വരെയും, സംസ്ഥാന ഫോറത്തിന് 10 കോടി വരെയും, ദേശീയ ഫോറത്തിന് അതിന് മുകളിലുള്ള കോമ്പൻസേഷൻ വിധിക്കാനുള്ള അധികാരമാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ ജില്ലാ ഫോറത്തിൽ നമുക്ക് എന്തെങ്കിലും അതിലെ ജഡ്ജ്മെന്റിൽ പരാതി ഉണ്ടെങ്കിൽ നമ്മൾ സംസ്ഥാന കമ്മീഷൻ അപ്പീൽ നൽകണം. അവിടെ പരാതി ഉണ്ടെങ്കിൽ നമുക്ക് ദേശീയ കമ്മീഷൻ അപ്പീൽ നൽകണം. അവിടെ മിനിറ്റ്, ഞാനൊരു സെറ്റപ്പ് ഒന്ന് ചേഞ്ച് ചെയ്തോ. ഒറ്റ എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലെ? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ക്രിമിനൽ കേസസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയും. ഇനി നമുക്ക് ഇത്തരമൊരു കേസ് നമുക്ക് എതിരെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് നമുക്ക് വന്നില്ലെങ്കിൽ മാത്രമല്ല, പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ പോലും എപ്പോഴും നമ്മൾ ഡോക്യുമെന്റേഷനിൽ ശ്രദ്ധിക്കേണ്ട. കാരണം ഡോക്യുമെന്റേഷനാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഡോക്യുമെന്റേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ OP മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ OPയിൽ ഓരോ പേഷ്യന്റിനെ കാണുമ്പോഴും ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു ഷോർട്ട് വിവരണം എപ്പോഴും എഴുതണം. ഓരോ തവണ കാണും. നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ള എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം കാണുമ്പോൾ ചിലപ്പോൾ 2-3 വാക്കുകൾ കുത്തിക്കുറിച്ചെന്നിരിക്കും. അതിനുശേഷം കാണുമ്പോൾ പിന്നെ മരുന്ന് റിപ്പീറ്റ് ചെയ്യുകയോ ഇതൊക്കെ ചെയ്ത് വിടുകയാണില്ല. അപ്പൊ പേഷ്യന്റിനെ കണ്ടതായി പലപ്പോഴും കൃത്യമായിട്ടൊന്നും റെക്കോർഡ് ചെയ്യാറില്ല. അത് കറക്റ്റ് അല്ല. പ്രത്യേകിച്ച് പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസ് ആകുമ്പോൾ ഓരോ തവണ കാണുമ്പോഴും അവർക്ക് പ്രത്യേകിച്ച് കംപ്ലൈന്റ്സ് ഒന്നും ഇല്ല, സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ അതില്ല എന്ന് തന്നെ പോസിറ്റീവായിട്ട് അവിടെ എഴുതിയാലേ പിന്നെ എന്തെങ്കിലും പരാതി വേണ്ടയാണെങ്കിൽ ഞാൻ ഈ പേഷ്യന്റിനെ പരിശോധിച്ചിരുത്തുവെന്നും പ്രത്യേകിച്ച് പരാതികളൊന്നും ഇല്ലായിരുന്നു എന്നും നോക്കി ചൂണ്ടിക്കാം. അതേസമയം ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ ആ പേഷ്യന്റിനെ പരിശോധിച്ചില്ല, വെറുതെ മരുന്ന് എഴുതി കൊടുത്തതേ ഉള്ളൂ എന്നായിരിക്കും നമ്മൾ ചെയ്യും. അതുകൊണ്ട് ഈ OPയിൽ നമ്മൾ എഴുതുന്ന ഓരോ കാര്യങ്ങളും പ്രധാനപ്പെട്ടാണ്. പ്രത്യേകിച്ച് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ അതും നമ്മൾ കൃത്യമായി തന്നെ നോട്ട് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതാണ് അങ്ങനെ OP റെക്കോർഡിങ്ങിന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്നത്. ഇനി IP ഫയലിലേക്ക് പോയിട്ടില്ല. IP ഫയലിൽ നമ്മൾ ആദ്യം തന്നെ ഇനിഷ്യൽ ആയിട്ടുള്ള ഫയലിൽ നമ്മൾ ഏകദേശം അവർ എന്താണ് നമ്മുടെ ഒരു പ്രൊഫഷണൽ ഡയഗ്നോസിസ്, ഇല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ എന്താണ്. നമ്മൾ ചിലപ്പോൾ എല്ലാത്തിലും ഡയഗ്നോസ് കാണില്ല, നമ്മൾ ഇവാലുവേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതെന്താണ് ഉദ്ദേശിച്ചത്,
ഉദ്ദേശിക്കുന്നത്. അത്തരം കാര്യങ്ങൾ നമ്മൾ എഴുതണം. നേരത്തെ പേഷ്യന്റ് എവിടെന്നെങ്കിലും എന്തെങ്കിലും പരിശോധനയൊക്കെ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്തേക്കണം. കാരണം പലപ്പോഴും നമ്മൾ പറയും ഈ പേഷ്യന്റ് അവിടെ നിന്ന് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ ചെയ്യാത്തത്. പക്ഷെ ആ പേഷ്യന്റ് ഇതൊന്നും പറയും, ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നും ഇല്ല, ഇയാൾ ഇത് ചെയ്യാത്തതാണെന്ന് പറയും. അപ്പൊ നമ്മള് പുറത്തെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഷോർട്ടായിട്ട് ഇവിടെ അതിന്റെ റിസൾട്ട്സ്, റിലവന്റ് ആയിട്ടുള്ള റിസൾട്ട്സ് മെൻഷൻ ചെയ്താൽ മാത്രമേ നമ്മളത് അതും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത്തരം ഒരു ഡയഗ്നോസ് എന്ന് മെൻഷൻ ചെയ്യാൻ കഴിയുള്ളൂ. മറ്റൊന്നെന്ന് പറയുന്നത് ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും കൃത്യമായിട്ട് നമ്മൾ ആ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം പ്രോഗ്രസ് നോട്ട്സിൽ. അതുപോലെ ഡ്രഗ്സ് എല്ലാം ഐഡിയലി പ്രത്യേക ഡ്രഗ് ചാർട്ടാണ് ഇന്നത്തെ ഐഡിയൽ എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ ഡ്രഗ് ചാർട്ട് എല്ലാം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കും. മറ്റൊരു പ്രധാന മേഖല എന്ന് പറയുന്നത് കൺസെന്റാണ്. കൺസെന്റ് പലപ്പോഴും പല ഏരിയയിലും വളരെ ഇൻസഫിഷ്യന്റ് ആയിട്ട് കാണുന്നത്. ഒരു ഐഡിയൽ കൺസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൺസെന്റിൽ നമ്മളെ രോഗിയുടെ പേര്, നമ്പർ, തീയതി, സമയം എല്ലാം ഉണ്ടായിരിക്കണം. അതുകൂടാതെ തന്നെ എന്താണ് രോഗം, ആ രോഗത്തിന് എന്ത് ചികിത്സയാണ് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്, ആ രോഗത്തിന് ഈ ചികിത്സ നൽകിയില്ലെങ്കിൽ എന്താണ് കുഴപ്പം വരാൻ പോകുന്നത്, ഈ ചികിത്സ കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്, ഈ ചികിത്സ കൊണ്ടുവരാവുന്ന കോംപ്ലിക്കേഷൻസ് എന്താണ്, ഇതിന് അവൈലബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റ് ചികിത്സകൾ എന്താണ്. ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു കൺസെന്റിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലേ അതൊരു പൂർണ്ണമായ കൺസെന്റ് ആവുകയുള്ളൂ. അതുപോലെ തന്നെ ഈ കൺസെന്റ് താഴെ ഡോക്ടറുടെ ഒപ്പ് വേണം, രോഗിയുടെ ഒപ്പ് വേണം, രോഗിയുടെ ഒരു ബന്ധുവിന്റെ ഒപ്പ് വേണം, നമ്മുടെ സൈഡിൽ നിന്നുള്ള ഒരു സാക്ഷി, അത് സ്റ്റാഫ് നഴ്സോ അറ്റൻഡറോ ആരോ ആവാം. ഇങ്ങനെ 4 പേര് ഓരോ കൺസെന്റിലും ഒപ്പുണ്ടായിരിക്കണം. എന്ന് മാത്രമല്ല, എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് മാറാൻ സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കുക. ബ്ലാങ്കറ്റ് കൺസെന്റ് പറ്റില്ല. ഏത് തരം ഓപ്പറേഷൻ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ ഞാൻ സമ്മതിച്ചു, അങ്ങനെയൊന്നും പറ്റില്ല. കൃത്യമായിട്ട് വേണം അത് മെൻഷൻ ചെയ്യാൻ. ഇതാണ് കൺസെന്റിനെ കുറിച്ച്. അതുപോലെ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ആ ഡിസ്ചാർജ് കാർഡിൽ കൃത്യമായിട്ട് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ്, എല്ലാ കാര്യങ്ങളും വിശദമായിട്ടുണ്ടാകണം. ചെയ്ത പ്രൊസീജിയറിന്റെ ഷോർട്ടായിട്ടുണ്ടാകണം. പേഷ്യന്റ് മരിക്കുകയാണെങ്കിൽ ഒരു ഡെത്ത് സമ്മറി പ്രിപ്പയർ ചെയ്ത് അപ്പോൾ തന്നെ റെഡിയാക്കിയിരിക്കണം. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കേസ് ഇതിൽ വേണ്ടത്. എന്തെങ്കിലും പ്രശ്നം വരിക എന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഉണ്ടാവുന്ന, നമ്മൾ കേസ് ഷീറ്റ് ആദ്യം ഒന്നും ഫില്ല് ചെയ്യില്ല, ഈ സമയം വരുമ്പോൾ പെട്ടെന്ന് പോയി ഫില്ല് ചെയ്യും. അപ്പോൾ നമ്മൾ ധൃതി പിടിച്ച് എഴുതുന്നതും നഴ്സസ് നോട്ടും തമ്മിലൊക്കെ ഒരുപാട് ഡിസ്ക്രീപ്പൻസി വരും. അതൊരിക്കലും ഉണ്ടാകരുത്. കേസ് ഷീറ്റിൽ ആര് റെക്കോർഡ് ചെയ്താലും എല്ലാവരുടെയും നോട്ട് കൊറലേറ്റിംഗ് ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുന്നു കഴിഞ്ഞാൽ അത് ഫാബ്രിക്കേറ്റഡ് കേസ് ഷീറ്റ് ആയിട്ട് കണക്കാക്കപ്പെടുകയും അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ഈ കേസ് ഷീറ്റുകൾ കുറെ നാൾ കഴിഞ്ഞിട്ട് പോയിട്ട് എന്തെങ്കിലും കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും ഒറിജിനൽ കേസ് ഷീറ്റിന്റെ കോപ്പി ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനി വഴിയോ മറ്റാരെങ്കിലും ഒക്കെ വഴിയോ ഒക്കെ ഇവരുടെ കയ്യിലൊക്കെ എത്തിയിട്ടുണ്ടാകാം. അപ്പൊ 2 തരം കേസ് ഷീറ്റ് കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഫാബ്രിക്കേറ്റഡ് കേസ് ഷീറ്റ് ആയിട്ട് വരും. ഇതൊക്കെയാണ് ഡോക്യുമെന്റേഷന് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നമ്മുടെ ഓരോ ദിവസത്തെ പ്രാക്ടീസിൽ നമ്മൾ ശരിക്കും നമ്മൾ മതിയായ യോഗ്യതയോടുകൂടിയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തണം. നമ്മൾ മതിയായ പരിശീലനത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തണം. നമ്മൾ എത്തിക്സ് മുറുകെ പിടിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. മറ്റൊരു ഏരിയ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. ഉണ്ടാവുന്ന കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടും അതേസമയം അവരെ ഭയചകിതരാക്കാത്ത രീതിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. വേറൊന്ന് എന്ന് പറയുന്നത് നമ്മൾ ഇന്റർ പേഴ്സണൽ ബിഹേവിയർ, നമ്മൾ മറ്റുള്ള കൊളീഗ്സുമായിട്ടും മറ്റാൾക്കാരുമായിട്ടും എപ്പോഴും നല്ലൊരു റിലേഷൻഷിപ്പ് കാഴ്ചവെക്കണം. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്ന രീതിയിലോ മറ്റുള്ളവരെ തരം താഴ്ത്തി കാണിക്കുന്ന രീതിയിലുള്ള കമന്റ്സ്, അത് നമ്മുടെ മെഡിക്കൽ പ്രൊഫഷനിൽ വളരെ കൂടുതലാണ്. അത് കഴിയുന്നത് ഒഴിവാക്കും. അപ്പൊ ഇത്തരം രീതികളിലൂടെ നമ്മൾ കഴിയുന്നതും ലിറ്റിഗേഷൻസ് കുറയ്ക്കുവാനും അതുപോലെ തന്നെ നമ്മൾ ആൾക്കാരുമായിട്ടുള്ള സംഘർഷം, ഡോക്ടർ പേഷ്യന്റ് കോൺഫ്ലിക്റ്റ്, അത് കുറയ്ക്കുവാനും നമ്മൾ ഏറ്റവും ശ്രമിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാൻ. അപ്പൊ ഇത്തരം വളരെ ശ്രദ്ധാപൂർവമായ നടപടികളിലൂടെ നമ്മൾ ഒന്നിച്ച്, ഇതിൽ സംഘടനയ്ക്ക് വലിയ കാര്യമുണ്ട്. ആ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടി കൃത്യമായ അറിവും ഇതുമെല്ലാം കിട്ടുന്നത്. മറ്റൊന്ന് പ്രൊഫഷണൽ പ്രൊട്ടക്ഷൻ സ്കീമിനെ കുറിച്ചാണ്. ഞാനിപ്പോ പ്രൊഫഷണൽ പ്രൊട്ടക്ഷൻ സ്കീമിന്റെ ചെയർമാൻ കൂടിയാണ്. അപ്പോൾ ഈ പ്രൊഫഷണൽ പ്രൊട്ടക്ഷൻ സ്കീമാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു ഡോക്ടറെ ഏറ്റവും കൂടുതൽ ഇന്ന് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ IMA കേരള സ്റ്റേറ്റ് ബ്രാഞ്ചിൽ ഏറ്റവും അധികം അംഗങ്ങളുള്ള ഒരു സ്കീം എന്ന് വെച്ചാൽ പ്രൊഫഷണൽ പ്രൊട്ടക്ഷൻ സ്കീമാണ്. ഏകദേശം 20,000-ഓളം അടുത്ത അംഗങ്ങൾ അവിടെയുണ്ട്.
അപ്പോൾ ഒരു വർഷം ഒരു 2000 രൂപ അല്ലെങ്കിൽ 1500 രൂപ നൽകുമ്പോൾ തന്നെ ആ ഡോക്ടർക്ക് ഇത്തരം കൺസ്യൂമർ കേസുകൾ, സിവിൽ കേസുകൾ, ക്രിമിനൽ കേസുകൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അബ്യൂസ്, ഇന്നതൊരു വലിയ പ്രശ്നമാണ്. ഒരു ഡോക്ടർക്ക് എതിരെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് തുല്യമാണ് അയാൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും റിമാർക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഇത്തരം ഏത് കാര്യത്തിലും അവരെ സഹായിക്കാൻ, അവർക്ക് സ്വതന്ത്രമായി പ്രാക്ടീസ് ചെയ്യാൻ സഹായിക്കുന്ന, അവർക്ക് ഭയമില്ലാതെ സഹായിക്കുന്ന സ്കീമാണ് പ്രൊഫഷണൽ പ്രൊട്ടക്ഷൻ സ്കീം. അതിലേക്ക് ഇത്തരം നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെ സമീപിച്ച് കഴിഞ്ഞാൽ അതിനു വേണ്ട പരിഹാരം, അതിന്റെ സാമ്പത്തിക പരാധീനതകൾ ഉൾപ്പെടെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരള സ്റ്റേറ്റ് ബ്രാഞ്ചിന്റെ ഈ ഒരു പ്രശ്നങ്ങൾ നമുക്ക് ഒന്നിച്ച് കഴിയും. ഈ ഇന്നത്തെ എൻ്റെ ടോക്ക് ഒരു പ്രിലിമിനറി മാത്രമാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ദേശികനാട് IMA ചേർന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും വിവിധ മേഖലകൾ, ഇതിന് 4 മേഖലകളാണ് നമ്മൾ ഈ ഏരിയയിൽ നമ്മൾ കവർ ചെയ്യേണ്ടത്. ഒന്ന് ലിറ്റിഗേഷൻ പ്രിവെൻഷൻ, ഒന്ന് ഡോക്യുമെന്റേഷൻ, മറ്റൊന്ന് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ജനറൽ കാര്യങ്ങൾ, നമ്മുടെ സോഷ്യൽ മീഡിയ ഇതൊക്കെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഭാവിയിൽ കുറച്ചും കൂടി വിശാലമായ ഒരു വർക്ക്ഷോപ്പ് തന്നെ സംഘടിപ്പിക്കാമെന്ന് തോന്നുന്നു. ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ച ദേശികനാട് IMAയ്ക്കും അതിന്റെ ഭാരവാഹികൾക്കും അതിന്റെ നേതാക്കൾക്കും എല്ലാം ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു കേൾപ്പിക്കണം. ഞാൻ സൂമിലായതുകൊണ്ട് എനിക്ക് എല്ലാം കാണാൻ കഴിയുന്നില്ല. വായിക്കാം സാറേ, വായിക്കാം. താങ്ക് യു സാറേ. വളരെ ലളിതമായിട്ട്, വളരെ എല്ലാം കവർ ചെയ്ത രീതി വളരെ ലളിതമായി ഞങ്ങൾക്കത് പറഞ്ഞു തന്നതിന് താങ്ക് യു സാറേ. 1-2 ഡൗട്ടുകളുണ്ട്. അതിനകത്തൊന്ന്, can the consent be written in the progress notes and taken signatures? Need the consent be always in the native language, or can it written in English and mention explained in understandable language? കറക്റ്റ് ആണ്. ആ പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ് കറക്റ്റ്. നമ്മൾ കൺസെന്റ് എന്ന് പറയുന്നത് എപ്പോഴും അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജിലായിരിക്കണം. കാരണം മലയാളം അറിയാത്ത ഒരാളുടെ അടുത്ത് യു കനോട്ട് ടേക്ക് എ കൺസെന്റ് ഇൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് അറിയാത്ത ആളുടെ അടുത്ത് ഇംഗ്ലീഷിൽ കൺസെന്റ് എടുത്താൽ വാലിഡിറ്റി ഇല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടെന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് നോട്ട്സിൽ കൺസെന്റ് വാങ്ങിക്കുന്നതിന് വാലിഡിറ്റി ഇല്ല. കൺസെന്റ് ഷുഡ് ബി സെപ്പറേറ്റ് ആൻഡ് ഐഡിയലി ഇറ്റ് ഷുഡ് ബി എ സെപ്പറേറ്റ് ഫോം, ആൻഡ് ഹാൻഡ് റിട്ടൺ ഇൻഫോംഡ് കൺസെന്റ് ഈസ് ദ മോസ്റ്റ് ഐഡിയൽ തിങ്. ആൻഡ് കൺസെന്റ് എന്ന് പറയുന്ന ഈ പ്രൊസീജിയറിന് മാത്രമല്ല, ഈവൻ ഇപ്പൊ ICUയിൽ ഒരു പേഷ്യന്റിനെ നമ്മൾ കെട്ടിയിടേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനൊരു റിസ്ട്രെയിൻ കൺസെന്റ് എടുക്കണം. അപ്പൊ അങ്ങനെ കൺസെന്റ് എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പ്രത്യേക കൺസെന്റുകൾ വേണ്ടി വരും. താങ്ക് യു. അതല്ല സാർ, അതിനകത്ത് പറഞ്ഞൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഈ ഇംഗ്ലീഷിൽ എടുത്തതിന് ശേഷം അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് എഴുതിയാൽ മതിയോ എന്നുള്ളതാണ്. പോരാ. മറ്റൊരു ഡൗട്ട് വന്നത്, ഇൻ എ കൺസ്യൂമർ കോർട്ട് ഹു adjudicates the cases, are there judicial officers in it? How different is it from civil or criminal court cases? ഈ ഇതിൽ ശരിക്കും കേസ് അഡ്ജുഡിക്കേറ്റ് ചെയ്യുന്ന അതിന്റെ പ്രസിഡന്റ് ആയിരിക്കും. പ്രസിഡന്റ് മിക്കവാറും ഏതെങ്കിലും റിട്ടയർഡ് ജഡ്ജ് ആയിരിക്കണമെന്നാണ് വൈപ്പ്. പക്ഷെ പലപ്പോഴും അങ്ങനെ എല്ലാവരും ഇരിക്കണമെന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഏതെങ്കിലും അവിടെ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കും ചിലപ്പോൾ കേസസ് അഡ്ജുഡിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും ജുഡീഷ്യലുമായി ബന്ധപ്പെട്ട ആരും അതിൽ വരണമെന്നേ ഇല്ല. ഓക്കെ സാറേ. ഡൗട്ട് വല്ലതും ഉണ്ടോ മാഡത്തിന്? അല്ല, മറ്റേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടി എന്തായിരുന്നു? സെക്കൻഡ് ക്വസ്റ്റ്യൻ അത് പറഞ്ഞു മാഡം, പറഞ്ഞു. ശശിപിള്ള സാറേ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഒരു ഡൗട്ട്. സൂമിലായതുകൊണ്ട് അതായത് ജേഷൻ വളരെ നീറ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ജേഷൻ 3 പോയിന്റ് ഈ പിള്ളേർക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, സിമ്പതി, എമ്പതി ആൻഡ് ബോഡി ലാംഗ്വേജ്. ഇത് 3 ശരിയായാൽ 90% പ്രശ്നങ്ങൾ ഒഴിവാകും. അതിനെപ്പറ്റി ഒരു 2 വാക്കൂടെ പറഞ്ഞോട്. സാർ, ഞാനിപ്പോ സബ്ജക്റ്റിൽ മാത്രം നിന്നുകൊണ്ടാണ് മറ്റു വിശദമായ കാര്യങ്ങളിലേക്ക് കിടക്കാത്തത്. സാറേ, ഇപ്പൊ നമ്മള് ഡോക്യുമെന്റേഷന്റെ ഒരു പാർട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ പല ഹോസ്പിറ്റൽസിലും ടോട്ടലി EMR ആണ്, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. നമുക്ക് അതിനകത്ത് ശരിക്കും നമുക്കൊരു സെക്കൻഡ് ചാൻസ് ഇല്ല ആക്ച്വലി ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്.
ഓക്കെ. അപ്പം അതും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഇതിന്റെ ഡോക്യുമെന്റേഷന്റെ പാർട്ടിൽ പലപ്പോഴും നമ്മൾ എഴുതുന്നതും ഒക്കെ കാര്യങ്ങൾ മാത്രമാണ് പലപ്പോഴും ഇതിനെ കുറിച്ച് പറഞ്ഞു വരുന്നത്. EMR നമ്മൾ 24 hours കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് ഭയങ്കര മെറ്റിക്കുലസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും ഇപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലല്ല EMR, എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും ഒക്കെ ആയി വരുന്നുണ്ട്. കറക്റ്റ് ആണ്. നമുക്ക് EMRന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കറക്റ്റ് ചെയ്യാമെന്ന് നമുക്ക് തോന്നും. കാരണം നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത് വരെ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെയുണ്ട് പല EMRസിലും. ഇപ്പൊ നമ്മൾ ആ ഒരു നമ്മുടെ കേസ് റെക്കോർഡ് ഫൈനലൈസ് എന്ന് കൊടുത്തിട്ട് നമ്മൾ അത് ഫൈനലൈസ് ചെയ്തില്ലെങ്കിൽ പലപ്പോഴും കറക്റ്റ് ചെയ്യാൻ പക്ഷെ അങ്ങനെ എപ്പോ കറക്റ്റ് ചെയ്താലും എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലോഗ് ഫയലിൽ നമ്മൾ എപ്പോ ആഡ് ചെയ്തതും അതിന്റെ ടൈമും ഡേറ്റും അതിന്റെ ഡീറ്റെയിൽസ് എപ്പോഴും ഉണ്ടാവും. അപ്പൊ കോടതികള് പലപ്പോഴും എക്സ്പെർട്ടിനെ വെച്ച് അതിന്റെ ലോഗ് ഫയൽ ഉൾപ്പെടെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മള് പിന്നെ ആഡ് ചെയ്യുന്ന ഓരോ ഡീറ്റെയിലും അതിന്റെ സമയം വെച്ച് അതിൽ ഒരിക്കലും ഉണ്ടാവും. അത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഒരു എൻട്രി നടത്താൻ പറ്റില്ല. അതുകൊണ്ട് അൻസ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇതില് പിന്നെ ചേർക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും ലോഗ് ഫയലിൽ എപ്പോൾ ചേർത്തു എന്നുള്ള റെക്കോർഡ് കൃത്യമായി ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് ആകുമ്പോൾ നമ്മൾ ചേർക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ചേർത്ത് കഴിഞ്ഞാൽ ആ സമയം അവിടെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കും. ദാറ്റ്സ് എ വെരി റിലവന്റ് പോയിന്റ്. താങ്ക് യു സർ. യെസ്. അപ്പോ കൂടുതൽ ഇതില്ലെങ്കിൽ ഞാനൊന്ന് എക്സിറ്റ് ചെയ്തോട്ടെ. എന്റെ ഒരു ഫ്ലൈറ്റ് ടൈം ആയിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴും പകുതി ജീവിതം ഫ്ലൈറ്റിലാണ്. ഓക്കെ. ശ്യാം സാറേ താങ്ക് യു. ശ്യാം സാർ താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹലോ. ചെറിയൊരു ടെക്നിക്കൽ എറർ പറ്റിയതാണ്. എനി മോർ ഡൗട്ട്സ്? ഓക്കെ. ഇനി പ്രശ്നങ്ങൾ വരുമ്പോ ഡൗട്ടുകൾ വരും. അപ്പൊ സാറിനെ വിളിച്ചാൽ മതി. ഓക്കെ. താങ്ക് യു സാറേ. താങ്ക് യു സാറേ. സാറ് യാത്രയിലാണെന്ന് പറഞ്ഞു. അല്ല, എത്രയും തിരക്കേറിയ സമയത്തിനുള്ളിൽ. മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് ഈ 17-ാം തീയതി വരുന്ന സമരത്തിന് മുന്നോടിയായി നടക്കുന്ന, അല്ലെങ്കിൽ ചരിത്രപരമായിട്ട് നടക്കാൻ പോകുന്ന ഒരു ഐതിഹാസിക സമരത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് എല്ലാ കേരള സംസ്ഥാന പ്രമുഖരായ നേതാക്കന്മാരെല്ലാം സമരവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇത്രയും തിരക്കേറിയ സമയത്തിനുള്ളിലും നമുക്ക് വേണ്ടി ഒരു സമയം നീക്കിവെച്ച സാറിന് ഞാൻ നന്ദി പറയുന്നു. ഒപ്പം മറ്റ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ചാറ്റിൽ ഇനിയും ഇടാം. അത് പിന്നീട് നമ്മൾ നോക്കിയതിന് ശേഷം അത് ബാക്കി റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒപ്പം ബാക്കി ജനറൽ ബോഡിയുടെ ബാക്കിയുള്ള ചടങ്ങുകളിലേക്ക് മാറ്റി നടത്താം. അതിനായിട്ട് ഞാൻ നമ്മുടെ സെക്രട്ടറി വിനോദ് ഡോക്ടറെ ഫോർ ലാസ്റ്റ് മന്ത് ജനറൽ ബോഡി